നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ നോക്ക്, ആബ്സല്യൂട്ട്ലി ഇൻസെയിൻ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്താണ് ഈ കാണുന്നത്? ചീറ്റ് കോഡ് അടിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോയി. അമ്മാതിരി അടിയല്ലേ അവൻ അടിച്ചത്. 14-കാരൻ പയ്യൻ അന്താരാഷ്ട്ര താരങ്ങൾക്കെതിരെയാണ് ഇത് കളിക്കുന്നത്. UAE ഫുൾ ടീമാണ് കളിക്കുന്നത്, ഇന്ത്യയുടെ എ ടീമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ എമേർജിംഗ് ഏഷ്യ കപ്പ് എന്നൊക്കെ പേരുണ്ടായിരുന്ന അതേ ടൂർണമെൻറ്റ് ഇപ്പോൾ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർ എന്ന പേരിലാണ് കളിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൻ്റെ ഫോർമാറ്റും അതിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ ഏതൊക്കെ ഫുൾ ടീം കളിക്കുന്നു, ഏതൊക്കെ എ ടീം കളിക്കുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ വിശദമായി വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ദോഹയിലെ സ്റ്റേഡിയത്തിൽ അങ്ങ് ആറാട്ട്, സിക്സറിൻ്റെ ആറാട്ട്. 15 സിക്സറുകൾ അവൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്, 11 ഫോറുകൾ, 11 ഫോറ് 15 സിക്സർ. എന്താ ബൗണ്ടറി കൊണ്ട് മാത്രം സെഞ്ചുറി എവിടെ പിറന്നില്ലേ? പൊള്ളിച്ചടുക്കിയായിരുന്നു വൈഭവ് സൂര്യവംശി. 42 പന്തിൽ നിന്ന് 144 റൺസ്. 32 പന്തിലായിരുന്നു അവൻ്റെ സെഞ്ചുറി വന്നത്. യെസ്, അക്ഷരാർത്ഥത്തിൽ ദോഹയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അവനങ്ങ് തീയിട്ടു എന്ന് പറയേണ്ടി വരും. ഒടുവിൽ ഫറാസുദ്ദീൻ്റെ പന്തിൽ വീണ്ടും ഒരു സിക്സർ എന്ന് കരുതി ആവേശത്തോടു കൂടി ഇരിക്കുമ്പോൾ അത് ക്യാച്ചായി പോയപ്പോൾ ഒരു ചെറിയ നിരാശ. അവനും വലിയ നിരാശയിലാണ് ക്രിക്കറ്റ് ആ ഒരു പിച്ച് വിട്ട് അങ്ങ് നടന്നകലുന്നത്. പക്ഷേ അവനെ കാത്തു നിൽക്കുന്ന സഹതാരങ്ങളോ ആവേശത്തിൻ്റെ പരകോടിയിൽ സ്റ്റാൻഡിങ് ഓവേഷനാണ് കൊടുക്കുന്നത്. വാവ് 14-കാരനാണ് ഇങ്ങനെ അടിച്ച് തകർത്തിരിക്കുന്നതോ. ഇവൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാ ക്രിക്കറ്റ് റെക്കോർഡുകളും അവൻ അടിച്ചിടുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഏതായാലും അവൻ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ നോക്കണം നിങ്ങൾ. 12.3 ഓവർ, അതായത് വെറും 13ാമത്തെ ഓവറേ ആയിരുന്നുള്ളൂ. ഇന്ത്യയുടെ സ്കോർ കാർഡിൽ 195 റൺസ്. യെസ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിൽ 19ാമത്തെ ഓവർ പുരോഗമിക്കുകയാണ്. 271-4 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്കോർ കാർഡ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഈ കണക്കുകളൊക്കെ മാറും. എന്തായാലും വൈഭവ് സൂര്യവംശി പൊളിച്ചടുക്കി. 42 പന്തുകൾ, 11 ഫോറും 15 സിക്സറും അടക്കം 342.86 സ്ട്രൈക്ക് റേറ്റിൽ 144 റൺസ്. ഒടുവിൽ അവന് മുഹമ്മദ് ഫറാസുദ്ദീൻ്റെ പന്തിൽ അഹമ്മദ് താരിഖ് പിടിച്ചു പുറത്താവുകയായിരുന്നു. അവനോടൊപ്പം ഓപ്പൺ ചെയ്ത പ്രിയാൻ ഷാരി റണ്ണൗട്ട് ആവുകയായിരുന്നു. 10 റൺസ് അടിച്ച്. നമാൻ ദിർ 23 പന്തിൽ നിന്ന് 34 റൺസുമായിട്ട് നിൽക്കുകയാണ്. 34 റൺസുമായിട്ട് പുറത്തായി. ദെൻ ഇപ്പോൾ നഹാൽ വധേര 14 റൺസിന് പുറത്തായിട്ടുണ്ട്. ക്രീസിൽ ജിതേഷ് ശർമ്മയുണ്ട്. ജിതേഷ് ശർമ്മയും പൊളിച്ചടുക്കി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജിതേഷ് 28 പന്തുകളാണ് നേരിട്ടിട്ടുള്ളത്. അദ്ദേഹം 7 ഫോറും 3 സിക്സറും അടക്കം 66 റൺസുമായിട്ട് നിൽക്കുകയാണ്. ഏതായാലും ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ സ്കോർ നമ്മൾ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഒരു പക്ഷേ അവിടെയും റെക്കോർഡ് പിറന്നേക്കാം. UAE എടുത്തിട്ട് അലക്കിയിരിക്കുന്നു. വൈഭവ് സൂര്യവംശി ഞെട്ടിച്ചിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.